റിച്ചിയുടെ മനസ്സ് മുഴുവൻ ബെന്നിയുടെ ചോദ്യമായിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് മരിയയുടെ മുഖം തെളിഞ്ഞു നിന്നു. റിച്ചി കണ്ണുകളടച്ച് കുറച്ചു നേരം കസേരയിലേക്ക് ചാരിയിരുന്നു. റിച്ചിയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ റിച്ചി കണ്ണുകൾ വലിച്ചു തുറന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഈ റിച്ചി ഒരു പെണ്ണിനെയും സ്നേഹിക്കില്ല. ആൻമരിയ, അവളൊരു 3 മാസം, അത് കഴിഞ്ഞാൽ അവൾ പോകും. പോട്ടെ. വിശ്വസിക്കില്ല റിച്ചി, ഒരു പെണ്ണിനെയും വിശ്വസിക്കില്ല. മുൻപിലിരുന്ന കുപ്പികൾ ഓരോന്നായി കാലിയായിക്കൊണ്ടിരുന്നു. മരിയയിൽ നിന്നും ഈ ജന്മം തനിക്കൊരു മോചനമില്ല എന്ന് റിച്ചി അറിയുന്നില്ലല്ലോ. രാത്രി ഏറെ വൈകിയിട്ടും റിച്ചി എത്തിയിരുന്നില്ല. ബെന്നിയും മത്തായിച്ചനും ആഹാരം കഴിച്ചു കിടന്നു. റിച്ചിയെ കാണാതെ മരിയയ്ക്ക് ഒരു സമാധാനവുമില്ലായിരുന്നു. ആഹാരം പോലും കഴിക്കാതെ അവൾ അവനായി കാത്തിരുന്നു. രാത്രി ഏറെ വൈകിയാണ് റിച്ചി വന്നത്. അപ്പോഴും മരിയ ഉറങ്ങാതെ അവനെയും കാത്ത് ഹാളിലുണ്ടായിരുന്നു. റിച്ചി സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു അകത്തേക്ക് കയറി. ഡോർ തുറന്ന് റിച്ചി അകത്തേക്ക് വന്നതും മരിയയ്ക്ക് ആശ്വാസമായി. പെട്ടെന്നാണ് അവൾ അവൻ്റെ രൂപം ശ്രദ്ധിച്ചത്. ഡോർ ലോക്ക് ചെയ്ത് കാലിടറി വീഴാൻ പോയവനെ അവൾ താങ്ങിപ്പിടിച്ചു. റിച്ചി അവളെ ഒന്ന് നോക്കി. എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാലും മരിയയ്ക്ക് മുമ്പിൽ എത്തുമ്പോൾ റിച്ചിയുടെ കണ്ണുകളിൽ പ്രണയം എന്ന ഭാവം മാത്രമേ ഉള്ളൂ. റിച്ചി എത്രയൊക്കെ നിന്ദിച്ചാലും ആ കണ്ണുകൾ പ്രണയത്തോടെ മരിയെ തേടിയെത്തും. മരിയയും റിച്ചിയെയും കൊണ്ട് റൂമിലെത്തി. റിച്ചിയെ ബെഡിലേക്ക് കിടത്തി. മരിയ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. പെട്ടെന്ന് 2 കൈകൾ മരിയയുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു. ആദ്യമൊന്ന് പേടിച്ചെങ്കിലും റിച്ചിയാണെന്ന് മരിയയ്ക്ക് മനസ്സിലായി. എങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. മരിയെ കൊച്ചേ. വളരെ നേരത്തെ പ്രണയത്തോടെയുള്ള റിച്ചിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും മരിയയുടെ ഉടലൊന്ന് വിറച്ചുപോയി. എന്നതാ കൊച്ചി, നീയൊന്നും മിണ്ടാത്തെ? മരിയയിൽ നിന്നും മറുപടിയൊന്നും കേൾക്കാതെ റിച്ചി വീണ്ടും മരിയെ ഒന്നുകൂടി ശക്തമായി ചേർത്ത് പിടിച്ചു. മരിയെ കൊച്ചേ. റിച്ചി മരിയെ തിരിച്ചു നിർത്തി. ഇടുപ്പിലൂടെ കൈ ചുറ്റി. അപ്പോഴും അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു റിച്ചി. മരിയെ കൊച്ചേ. നിറഞ്ഞ പ്രണയത്തോടെ തൻ്റെ കണ്ണുകൾ നോക്കി നിൽക്കുന്ന റിച്ചിയെ മരിയയെ നോക്കി കാണുമായിരുന്നു. റിച്ചിയുടെ സ്നേഹത്തോടെയുള്ള വിളിയിൽ മരിയ അറിയാതെ തന്നെ മൂളി. നിനക്കെന്നെ പേടിയാണോ മരിയ കൊച്ചേ? അല്ല. പിന്നെന്താ നീ എന്നോട് മാത്രം ചിരിച്ച് സംസാരിക്കാത്തെ? ഇന്ന് ഉച്ചയ്ക്ക് നീ ബെന്നിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചില്ലേ? എന്തിനാ കൊച്ചെ നീ അങ്ങനെ ചെയ്തേ? ഞാൻ കരുതി നീ എൻ്റെ കൂടെ വന്നിരിക്കുമെന്ന്. എന്നെ നിനക്ക് പേടിയായതുകൊണ്ടാണോ കൊച്ചെ നീ അങ്ങനെ ചെയ്തത്? കൊച്ചു കുട്ടികളെ പോലെ തന്നോട് പരാതി പറയുന്ന റിച്ചിയെ മരിയ വാത്സല്യത്തോടെ നോക്കിപ്പോയി. ചിരിച്ചുകൊണ്ട് തന്നെ മരിയ റിച്ചിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു. അത് പിന്നെ ബെന്നിച്ചായൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ. മരിയ പറഞ്ഞു തീരുന്നതിന് മുമ്പ് റിച്ചി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു. നീ എന്താ ബെന്നിയെ വിളിക്കുന്നത്? ബെന്നിച്ചായ. നീ എന്നെ എന്താ വിളിക്കുന്നത്? അത് പിന്നെ ഞാൻ എന്താ വിളിക്കുക? ഞാൻ നിന്റെ ഇച്ചായനല്ലേ മരിയ കൊച്ചെ? റിച്ചിയുടെ വാക്കുകൾ കേട്ട് മരിയയുടെ കണ്ണുകൾ നിറഞ്ഞു. പറ മരിയ കൊച്ചെ, നീ എൻ്റെ അല്ലേ? എന്നെ ഇച്ചായെന്ന് വിളിക്ക് മരിയ കൊച്ചെ. അത് ഞാൻ. പ്ലീസ് മരിയ, വിളിക്ക്. ഇച്ചായ. ഒന്നുകൂടി വിളിക്കാമോ കൊച്ചെ? ഇച്ചായ. റിച്ചി പെട്ടെന്ന് മരിയയെ കെട്ടിപ്പിടിച്ചു. തൻ്റെ തോളിൽ പടരുന്ന നനയിൽ നിന്നാണ് റിച്ചി കരയുവാണെന്ന് മരിയയ്ക്ക് മനസ്സിലായത്. മരിയ പെട്ടെന്ന് റിച്ചിയെ തന്നിൽ നിന്ന് മാറ്റി. മരിയ റിച്ചിയെ ബെഡിലേക്ക് ഇരുത്തി. ഇച്ചായ, എന്തുപറ്റി? എന്തിനാ കരയുന്നേ? മരിയ റിച്ചിയുടെ ഒഴുകി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു. സന്തോഷം കൊണ്ടാ കൊച്ചേ. എൻ്റെ മരിയ കൊച്ചെന്നെ ഇച്ചായെന്ന് വിളിച്ചില്ലേ? മരിയ പതുക്കെ റിച്ചിയുടെ കവളിൽ തലോടി. റിച്ചി പെട്ടെന്ന് മരിയയെ കട്ടിലേക്ക് കിടത്തി. മരിയയുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മരിയ കൈകൊണ്ട് വാപത്തി പിടിച്ച് മുഖം തിരിച്ചു കിടന്നു. എന്താ മരിയ കൊച്ചേ? ഇച്ചായ, എനിക്ക് മണം ഇഷ്ടമല്ല, ഛർദ്ദിക്കാൻ തോന്നും. മൂക്കറ്റം കുടിച്ചത് കൊണ്ട് റിച്ചിയിൽ നിന്ന് മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ഉണ്ടായിരുന്നു. റിച്ചി നെറ്റിച്ചുളിച്ച് മരിയെ നോക്കി. മരിയയ്ക്ക് റിച്ചി ദേഷ്യപ്പെടുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. മരിയ കൊച്ചേ, ഞാൻ കുടിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അല്ല. എൻ്റെ മരിയ കൊച്ചിന് ഇഷ്ടമല്ലാത്തതൊന്നും ഇനി ഇച്ചായൻ ചെയ്യില്ല കേട്ടോ. സത്യമായിട്ടും ചെയ്യില്ല. കണ്ണുകൾ അടഞ്ഞു തുടങ്ങുമ്പോഴും റിച്ചി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. കുടിച്ച് ബോധമില്ലാതായാൽ സത്യങ്ങളെല്ലാം പുറത്തു വരുമല്ലോ. അങ്ങനെ റിച്ചിക്ക് മരിയയോടുള്ള പ്രണയം പുറത്തു വന്നിരിക്കുന്നു. നാളെ ഇനി ബോധം തെളിയുമ്പോൾ ഇതൊക്കെ ഓർത്താൽ മതി. രാവിലെ ആദ്യം ഉണർന്നത് മരിയാണ്. മരിയ എഴുന്നേൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ശരീരത്തിൽ എന്തോ ഭാരമുള്ളതുപോലെ. മരിയ കണ്ണു തുറന്ന് നോക്കുമ്പോൾ റിച്ചി കവഴ്ന്ന് കിടക്കുകയാണെങ്കിലും ഒരു കൈകൊണ്ട് ഉടുമ്പ് പിടിച്ചതുപോലെ മരിയെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരിയ റിച്ചിയുടെ കൈകൾ മോചിപ്പിച്ചു. ബെന്നിച്ചായൻ പറഞ്ഞത് ശരിയാ, ഇങ്ങനെ ഒരു ചെകുത്താനാണ്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ എല്ല് പൊടിഞ്ഞു പോയനെ. റിച്ചിയെ ഒന്ന് നോക്കിക്കൊണ്ട് മരിയ ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് പോയി. മരിയ ഫ്രഷായി വന്നിട്ടും റിച്ചി അതേ കിടപ്പ് തന്നെയായിരുന്നു. റിച്ചിയെ ഒന്ന് നോക്കിക്കൊണ്ട് മരിയ താഴേക്ക് പോയി. മരിയ പത്രം വായിച്ചുകൊണ്ടിരുന്ന ബെന്നിക്കും മത്തായിച്ചനും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ചായ തിളപ്പിക്കാൻ വെച്ചു. ചപ്പാത്തിക്കുള്ള മാവെടുത്ത് കുഴച്ച് വെച്ചു. തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നിയപ്പോഴാണ് റിച്ചി എഴുന്നേറ്റത്. ബാത്റൂമിൽ പോയി മുഖം കഴുകി റിച്ചി തിരികെ ബെഡിൽ വന്നിരുന്നു. കുറച്ചു നേരം റിച്ചി കണ്ണുകൾ അടച്ചു കിടന്നു. തലേന്ന് രാത്രിയിൽ സംഭവിച്ചതും റിച്ചിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്ന് റിച്ചി ബെഡിലേക്ക് കൈ ചുരുട്ടിയിടിച്ചു. ഞാൻ എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? ഇല്ല, റിച്ചി പ്രണയിക്കില്ല, അതും അവളെപ്പോലെ ഒരു പെണ്ണിനെ. മനസ്സ് അസ്വസ്ഥമായി റിച്ചി താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങിയപ്പോൾ താഴെയുള്ള കാഴ്ച കണ്ട് അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. ബെന്നിക്കും മത്തായിച്ചനും ചായ കൊണ്ട് കൊടുത്ത് അവരോടൊപ്പം ചിരിച്ച് സംസാരിക്കുകയാണ് മരിയ. റിച്ചി തിരികെ റൂമിലേക്ക് പോയി.
റിച്ചിക്ക് മരിയോട് പ്രണയമില്ല എന്ന് എത്രയൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ്റെ മനസ്സ് അതൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് മരിയെ ചിരിച്ച് സംസാരിക്കുമ്പോൾ റിച്ചിയുടെ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങും. ഒട്ടും മാറിയില്ലാത്ത റിച്ചി അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. റിച്ചിയുടെ ദേഷ്യത്തോടുള്ള അലർച്ച കേട്ട് മരിയ വേഗം തന്നെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഓടിക്കയറി. കിതപ്പോട് മരിയ റിച്ചിയുടെ റൂമിന് മുന്നിൽ വന്നു നിന്നു. എന്താ, നീ എവിടെ പോയി കിടക്കുമായിരുന്നടി? എൻ്റെ ഈശ്വര, ഇന്നലെ മരിയ കൊച്ചി എന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ച മനുഷ്യനാണ് ചെകുത്താൻ ഇന്ന് കിടന്ന് അലർന്നു നോക്കിയേ, മരിയ ആത്മകഥം പറഞ്ഞു. മരിയ, നീ എന്ത് നോക്കി നിൽക്കുപാടി? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ കേട്ടു. ഞാൻ ബെന്നിച്ചായന് ചായ, എനിക്ക് കോഫി വേണം, മരിയ പറഞ്ഞു തീരുന്നതിന് മുമ്പേ റിച്ചി പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മരിയ അടുക്കളയിലേക്ക് ഓടി. 2 മിനിറ്റിനുള്ളിൽ താഴേക്ക് വന്നതിന് സ്പീഡിൽ മരിയ കോഫിയുമായി മുകളിലേക്ക് ഓടി. തിരിച്ചുകൊണ്ടുള്ള മരിയയുടെ ശബ്ദം കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി. മരിയ നീട്ടി കോഫി വാങ്ങി റിച്ചി കുടിച്ചു. മരിയയിൽ നിന്ന് പരുങ്ങുന്നത് കണ്ട് റിച്ചി കാര്യം തിരക്കി. എന്താ മരിയ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ ചപ്പാത്തിക്ക് എന്താ വേണ്ടേ? എന്തോന്ന്? മത്തായിച്ചനും ബെന്നിച്ചായനും ചപ്പാത്തിക്ക് കിഴങ്ങേറി മതിയെന്ന് പറഞ്ഞു. എന്താ വേണ്ടത്? അവർക്കത് മതിയെങ്കിൽ അതുണ്ടാക്കി കൊടുക്ക്. അതല്ല, ഇവിടെയും കിഴങ്ങേറി മതിയോ? റിച്ചിയുടെ ഒരൊറ്റ വലിക്ക് മരിയ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അപ്പോഴും റിച്ചിയുടെ മരിയയുടെ കയ്യിൽ നിന്നും പിടിവിട്ടിരുന്നില്ല. ഞാൻ നിന്നോട് എന്നെ എന്ത് വിളിക്കണമെന്ന മരിയ കൊച്ചി പറഞ്ഞത്? ഇച്ചായൻ ആണല്ലോ. ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇനി അതെ, ഇവിടെ ഇങ്ങനെയുള്ള വിളിയൊന്നും ഞാൻ കേട്ടുപോകരുത്. പറഞ്ഞ കാര്യം തന്നെ എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല, കേട്ടല്ലോ? കേട്ടു. അപ്പോൾ ഇനി നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? അത് പിന്നെ ഇച്ചായന് ചപ്പാത്തിക്ക് എന്താ കറി വേണ്ടത്? ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് റിച്ച് കോഫി കുടിച്ച കപ്പ് മരിയയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മരിയ താഴേക്ക് ചെന്ന് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കി കഴിക്കാനുള്ളതെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു. അപ്പോഴേക്കും റിച്ച് താഴേക്ക് വന്നു. മരിയ തന്നെ എല്ലാവർക്കും കഴിക്കാൻ വിളമ്പിക്കൊടുത്തു. ബെന്നിയുടെ അടുത്തേക്ക് ഇരിക്കാൻ പോയ മരിയ റിച്ചിയുടെ ഒറ്റ നോട്ടത്തിൽ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. റിച്ച് പതുക്കെ മരിയയുടെ ഇടുപ്പിൽ ഒന്ന് നുള്ളി. മരിയ ഞെട്ടിത്തിരിഞ്ഞ് റിച്ചിയെ നോക്കി. മത്തായിച്ചനും ബെന്നിയും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു എൻ്റെ അടുത്ത് ഉണ്ടാകണമെന്ന്. ഇനി അത് മറക്കുമ്പോൾ ഇത് ഓർക്കണം. മരിയ അറിയാതെ തലയാട്ടി. കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ് മരിയ. റിച്ചി വിളിക്കുന്നത് കേട്ട് മരിയ തിരിഞ്ഞു നോക്കി. മരിയ കൊച്ചേ, എന്താ ഇച്ചായ? മരിയയുടെ ഇച്ചായ എന്നുള്ള വിളി കേട്ട് റിച്ചിയിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞങ്ങൾ 3 പേരും പുറത്തേക്ക് പോകുക. വൈകിട്ട് മടങ്ങി വരൂ. അതിനിടയിൽ ആരെങ്കിലും വന്ന് വിളിച്ചാൽ കതക് തുറക്കാൻ നിൽക്കണ്ട. എല്ലാവരും പോയി കഴിഞ്ഞ് മരിയ ആ വീട് മൊത്തത്തിലൊന്ന് നോക്കി. തലയ്ക്ക് കൈവച്ച് പോയി. ആകെ പൊടിയും ആറായിലയുമാണ്. എല്ലാ ദിവസവും തൂത്തു വരാറില്ല എന്ന് മുറികൾ കണ്ടാലറിയാം. സാധനങ്ങളെല്ലാം അലങ്കോലമായി കിടക്കുന്നു. മരിയ ഒന്ന് ശ്വാസം വലിച്ചുകൊണ്ട് ഓരോ ജോലികളായി ചെയ്യാൻ തുടങ്ങി. വൈകിട്ട് പിന്നെയും മത്തായിച്ചനും മാത്രമാണ് തിരിച്ചു വന്നത്. തിരിച്ചെത്തിയ വീടിൻ്റെ കോലം കണ്ട് ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. വീടൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പൊടി പിടിച്ച കർട്ടനൊക്കെ മാറ്റി പുതിയ കർട്ടനൊക്കെ വിരിച്ചിരിക്കുന്നു. സാധനങ്ങളെല്ലാം ചിട്ടയോടെ അടുക്കി വെച്ചിരിക്കുന്നു. ഇതെന്താ 2 പേരും എങ്ങനെ നോക്കുന്നേ? മോളാണോ ഈ വീടൊക്കെ വൃത്തിയാക്കിയത്? അതെ. എന്താ മത്തായിച്ച, ഈ വീട് ഇതിനു മുമ്പ് ഇത്ര വൃത്തിയാൽ കണ്ടിട്ടില്ല. വൃത്തിയാക്കി എടുക്കാൻ നീ കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ ആൻ. മരിയെ നെറ്റിച്ചുളിച്ച് ബെന്നിയെ നോക്കി. എന്താ ആൻ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആൻ, അതാണോ കാര്യം? നിന്റെ പേര് ആൻമരിയ എന്നല്ലേ? എനിക്ക് അത്ര നീട്ടി വിളിക്കാനൊന്നും വയ്യ. അതാ ഞാൻ ആനെന്ന് വിളിച്ചത്. അതെന്താ ബെന്നിച്ചൻ എന്നെ മരിയ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്? ആ ചെകുത്താൻ ഇന്നലെ ഓർഡർ ഇട്ടിട്ടാ പോയത്. അവനല്ലാതെ വേറെ ആരും നിന്നെ മരിയെന്ന് വിളിക്കരുതെന്ന്. അതവന് ഇഷ്ടമല്ല എന്ന്. പിന്നെ റിച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റിച്ചി അവരുടെ കൂടെയില്ല എന്ന് മരിയ ശ്രദ്ധിക്കുന്നത്. മരിയ സംശയത്തോടെ പുറത്തേക്ക് നോക്കി. എന്താണ്? അത് ഇച്ചായൻ എവിടെ? മരിയയുടെ ഇച്ചായ എന്നുള്ള വിളി കേട്ട് ബെന്നിയും മത്തായിച്ചനും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. റിച്ചി ഞങ്ങളുടെ കൂടെ വന്നില്ല മോളെ. ഇനിയിപ്പോൾ പാതിരാത്രി 4 കാലിൽ കയറി വരും. അതാണല്ലോ പതിവ്. ബെന്നിയുടെ വാക്കുകൾ മരിയയിൽ ഒരു നോവുണർത്തി. മരിയ ഒരു മങ്ങിയ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ബെന്നിച്ചനും മത്തായിച്ചനും ചായ കൊടുത്തു. മരിയയും അവർക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ചു. ബെന്നിയും മത്തായിച്ചനും ഇടംവലം വരുന്ന് മരിയയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. മരിയയുടെ ഇഷ്ടങ്ങളെല്ലാം അവർ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. അതിനിടയിൽ സമയം പോയതൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവർ 3 പേരും തിരിഞ്ഞു നോക്കി. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്ന റിച്ചിയുടെ കോലം കണ്ട് ബെന്നിയും മത്തായിച്ചനും ശ്വാസം പോലും എടുക്കാൻ മറന്നു നിന്ന് പോയി. എന്നാൽ റിച്ചിയെ കണ്ട മരിയയുടെ കണ്ണുകളിൽ സന്തോഷം അലയടിച്ചു. ബെന്നി ക്ലോക്കിലേക്ക് നോക്കി. സമയം 8. ആദ്യത്തെ പകപ്പ് മാറി ബെന്നിയും മത്തായിച്ചനും റിച്ചിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. റിച്ചിയാണെങ്കിൽ ആരെയും ശ്രദ്ധിക്കുന്നില്ല. വീട് മുഴുവൻ നോക്കുകയാണ്. റിച്ചി മരിയെ ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി. റിച്ചി ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ആൻ, നീ കാരണമാണ് ഈ മാറ്റങ്ങൾ. നീ ഇവിടെ വരുന്നതിന് മുമ്പ് കുടിച്ച് ബോധമില്ലാത്ത പാതിരാത്രിയാണ് അവൻ കയറി വരുന്നത്. മദ്യത്തിൻ്റെ ലഹരിയില്ലാതെ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ റിച്ചിയെ കാണുന്നേ. നീ ഒരിക്കലും അവന് വിട്ട് പോകല്ലേ മോളെ. നീ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമേ ഉണ്ടാകൂ. ബെന്നി മരിയയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് ബെന്നി പുറത്തേക്ക് പോയി.
മരിയ മത്താച്ചനെ ഒന്ന് നോക്കി. ബെന്നിയുടെ അതേ അവസ്ഥയാണ് അവിടെയും. മുറിയിലേക്ക് പോയ റിച്ചിയെ പറ്റി അപ്പോഴാണ് മരിയ ഓർത്തത്. മരിയ മത്താച്ചനെ ഒന്ന് നോക്കിയിട്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. റൂമിലെത്തിയ മരിയ കാണുന്നത് തലയ്ക്ക് പുറകിൽ കൈകൾ വെച്ച് കണ്ണടച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന റിച്ചിയാണ്. ചിരിക്കുമ്പോൾ വിരിയുന്ന റിച്ചിയുടെ നുണക്കുഴിയിലേക്ക് ഒരു നിമിഷം മരിയ നോക്കി നിന്ന് പോയി. റിച്ചിയുടെ മനസ്സിൽ തന്നെ കണ്ടപ്പോൾ സന്തോഷം അലയടിച്ച മരിയയുടെ മുഖം മാത്രമായിരുന്നു. ഇച്ചായ, സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മരിയയുടെ വിളി കേട്ടതും റിച്ചി കണ്ണുകൾ തുറന്നില്ല. മരിയ ബെഡിനോട് ചേർന്ന് നിന്ന് ഒന്നുകൂടി അവനെ വിളിച്ചു, ഇച്ചായ. മരിയയുടെ കയ്യിൽ പിടിച്ച് റിച്ചി ഒറ്റ വലിക്ക് അവളെ തന്നെ നെഞ്ചിലാക്കി. ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്താണ് മരിയെ കൊച്ചെ, കാര്യം പറ. അത് പിന്നെ ഇന്നലെ ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇച്ചായൻ ഇന്ന് കുടിക്കാതെ വന്നേ. അതിന് നീ ഇന്നലെ എന്നോട് എന്തുവാ മരിയെ കൊച്ച് പറഞ്ഞത്? എനിക്ക് ആ മണം ഇഷ്ടമല്ല, ഇനി ഇച്ചായൻ കുടിക്കരുതെന്ന്. റിച്ചി മരിയയും കൊണ്ട് ഒന്ന് മറിഞ്ഞു. ഇപ്പം മരിയ റിച്ചിയുടെ അടിയിലാണ്. റിച്ചി മരിയയ്ക്ക് മുകളിൽ കൈയും കുത്തി നിന്നു. നീ ഇന്നലെ എന്തിനാ മരിയെ കൊച്ച് എന്നോട് അങ്ങനെ പറഞ്ഞത്? റിച്ചി ഒരു കുസൃതിച്ചോടെ ചോദിച്ചു. അത് പിന്നെ ഇച്ചായൻ ഇന്നലെ കിടന്ന് തപ്പിപ്പറക്കാതെ പറയും മരിയെ കൊച്ചെ. മരിയാണെങ്കിൽ റിച്ചിയുടെ കുസൃതി നിറഞ്ഞ ചോദ്യം കേട്ട് ആകെ വേർക്കാൻ തുടങ്ങി. ആൻ ആൻ ബെന്നിയുടെ ശബ്ദം കേട്ട് റിച്ചി മരിയയിൽ നിന്നും അകന്നു മാറി. മരിയ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് റൂമിന് വെളിയിലേക്ക് പോയി. റിച്ചി മരിയയുടെ വെപ്രാളം കണ്ട് ഒരു ചിരിയോടെ ബാത്റൂമിലേക്ക് പോയി. എന്താ ബെന്നിച്ചായ, എൻ്റെ കൂടെ വാ. ബെന്നി മരിയയുടെ കൈയും പിടിച്ച് താഴേക്ക് പോയി. അവളെ സെറ്റിയിലേക്ക് ഇരുത്തി. മരിയയ്ക്ക് അടുത്തേക്ക് ഒരു ചെറിയ ടേബിൾ വലിച്ചിട്ടു. ബെന്നി അതിലേക്ക് എടുത്തു വെച്ച സാധനങ്ങൾ കണ്ട് മരിയയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ ബെന്നിയെ നോക്കി. ലഡു, ജിലേബി, ഗുലാബ് ജാം, മൈസൂർ പാക്ക്, തേൻമിഠായി, അങ്ങനെ പലതും ഉണ്ടായിരുന്നു അതിൽ. ബെന്നിച്ചായ, ദേ ആൻ, ഇതിനൊക്കെ കണ്ണു നിറച്ചാലുണ്ടല്ലോ. എന്തിനാ ബെന്നിച്ചായ ഇതൊക്കെ വാങ്ങിയേ? അത് കൊള്ളാം. ഞങ്ങളുടെ റിച്ച് നീ കാരണമാണ് മാറി തുടങ്ങിയത്. അപ്പം നിനക്ക് ഞങ്ങൾ എന്ത് തന്നാലും മതിയാകില്ല ആൻ. ഇരുന്ന് കണ്ണു നിറക്കാതെ ഇതൊക്കെ എടുത്ത് കഴിക്കാൻ നോക്ക്. ബെന്നി അതും പറഞ്ഞ് ഓരോന്നെ കഴിപ്പിക്കാൻ നോക്കി. ദാ ഇന്നാ മത്തായച്ചനും കഴിക്ക്. വേണ്ട കുഞ്ഞെ, എനിക്ക് ഷുഗറുണ്ട്, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല, ഒരെണ്ണം കഴിച്ചാൽ മതി. മരിയ അതും പറഞ്ഞ് മത്തായച്ചന് ലഡു കൊടുത്തു. മരിയ സ്നേഹത്തോടെ നീട്ടിയ ആ ലഡു നിരസിക്കാൻ മത്തായച്ചന് തോന്നിയില്ല. റിച്ചി ഈ കാഴ്ചയും കണ്ടുകൊണ്ടാണ് താഴേക്ക് വന്നത്. ബെന്നിയുടെയും മത്തായച്ചൻ്റെയും നടക്കിരുന്ന് രണ്ടുപേർക്കും മധുരം നൽകുന്ന മരിയയെ റിച്ചി കുശുമ്പോടെ നോക്കി. റിച്ചിയുടെ നോട്ടം കണ്ട് ബെന്നിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. റിച്ചിയുടെ ശ്രദ്ധ മരിയയിൽ മാത്രമാണ്. മരിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ബെന്നി റിച്ചിയെ കണ്ടതായി ഭാവിക്കാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ബെന്നി പോകുന്നത് കണ്ട് റിച്ചി മരിയയുടെ അടുത്ത് ചെന്നിരുന്നു. മരിയാണെങ്കിൽ ബെന്നി പോയതും റിച്ചി വന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല. മത്തായച്ചന് ഒരു ലഡു കൊടുത്ത് ഒരു കഷ്ണം അലുവ എടുത്ത് ബെന്നിക്ക് കൊടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് റിച്ചി അടുത്തിരിക്കുന്ന മരിയെ കാണുന്നത്. റിച്ചിയെ കണ്ട് മരിയ കൈ പിൻവലിക്കാൻ തുടങ്ങിയതും റിച്ചി പെട്ടെന്ന് തന്നെ മരിയയുടെ കയ്യിൽ നിന്നും അലുവ വാങ്ങി കഴിച്ചു. റൂമിന്റെ വാതിക്കൽ നിന്നും ഈ കാഴ്ച കണ്ട് ഒരു ചിരിയോടെ പിന്നെ റൂമിലേക്ക് കയറി. മരിയ പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ഇതെന്താ മത്തായച്ച ഇത്രയും സ്വീറ്റ്സ്? ഇതൊക്കെ ബെന്നി വാങ്ങിക്കൊണ്ട് വന്നതാ. ആൻ ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. റിച്ചി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. മരിയ അടുക്കളയിൽ നിന്ന് പച്ചക്കറി അരിയുകയാണ്. റിച്ചി പെട്ടെന്ന് പുറകിൽ നിന്ന് മരിയയെ പുണർന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ രാത്രി കൃത്യം ഇതേ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.